അടുത്തത് കൃഷ്ണനിൽ നിന്ന് പഠിക്കേണ്ടത് എസൻസ് ഓഫ് സാക്രിഫൈസ് അഥവാ ത്യാഗത്തിന്റെ മഹത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അപ്പൊ ത്യാഗത്തിന്റെ മഹത്വം എന്ന് പറയുക. ത്യാഗത്തിന്റെ മഹത്വം എന്ന് പറയുമ്പോ ഭഗവാൻ വാസുദേവൻ ത്യാഗത്തിന്റെ മൂർത്തിയാണ്. പരമേശ്വരൻ ത്യാഗത്തിന്റെ മൂർത്തിയാണ്. ഓരോ സങ്കല്പങ്ങളും അങ്ങനെ തന്നെയാണ്. ത്യാഗത്തിലൂടെ തന്നെ ഉണ്ടായതല്ല, ത്യാഗമല്ലാതെ ഉണ്ടായതല്ല. ത്യാഗമാണ് വലുത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വലിയ വലിയ ത്യാഗങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും പരോപകാരത്തിന് വേണ്ടി എന്തും ചെയ്യാം. 4 വേദവും 18 പുരാണവും ബ്രഹ്മസൂത്രവും ഭാരതവും എഴുതിയ വ്യാസനോട് ചോദിച്ചു, എന്താണ് ഈ എഴുതി വെച്ചതിന്റെ സമ്മറി എന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവൻ 2 വരിയിൽ എന്റെ ഉത്തരം കൊടുത്തു. എന്താ? പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അപ്പൊ ത്യാഗസമ്പൂർണമായ ഒരു ജീവിതം ഉണ്ടാവണം. ത്യാഗത്തിന്റെ ഏറ്റവും മഹോന്നതമാണ് ശിവം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഹലാഹലം എന്നതായ വിഷത്തിനെ പാനം ചെയ്ത് ലോകത്തിന് കല്യാണം വരുത്തിയവനാണ് ആര്? പരമേശ്വരൻ. അതുകൊണ്ട് ത്യാഗരാജ എന്ന് വിളിക്കുന്ന പരമേശ്വരനെയാണ്. പരമേശ്വരൻ എപ്പോഴും അതും ശ്രദ്ധിച്ചോണം. അപ്പൊ ത്യാഗം നമ്മളെ ആരും പഠിപ്പിച്ചു തരണ്ട. ഇതൊക്കെ എവിടെയുണ്ട്? എവിടെയുണ്ട്? നമ്മളിലുണ്ട്. നമ്മുടെ പൂർവീകർ തന്നിട്ടുണ്ട്. നമ്മുടെ രക്തത്തിൽ കിടപ്പുണ്ട് ആ സാധനം. അതുകൊണ്ട് ചിലര് പറയുന്ന ഹിന്ദുക്കൾക്ക് ഈ സാധനം ഇല്ലെന്ന. ഏത്? ത്യാഗം. നമ്മുടെ ത്യാഗം പോലൊന്നും ഒരാൾക്കും ത്യാഗങ്ങളില്ല. അതോ നല്ലവണ്ണം ഓർക്കുക. ഇനി അടുത്ത സാധനമാണ് എന്ത് പറയാ? വിനയം ഉണ്ടാവണം. കൃഷ്ണൻ നമസ്കരിക്കേണ്ടവരെ നമസ്കരിച്ചിട്ടില്ലേ? നമസ്കരിച്ചിട്ടില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? പലരും പറയാറുണ്ട്, കുട്ടികൾ വളർന്നു വലുതായി, അവരവരുടെ ജോലിയായി, അവരുടെ തിരക്കായി, ഇപ്പൊ അമ്മയും അച്ഛനെയും ഒന്നും വിളിക്കാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇല്ലേ? കേട്ടിട്ടില്ലേ? ഇല്ലേ? ഇത് 2 തരത്തിലുണ്ട് കുട്ടികളെ. എങ്ങനെയാണെന്നറിയോ? ഒന്ന്, ഈ അമ്മയും അച്ഛനെയും ബാധ്യതയായി കരുതുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. എങ്ങനെയാണെന്നറിയോ? അവർ കൃഷ്ണനെ പോലെയാ. അവർ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക. അവർക്ക് ഒരിക്കലും സ്നേഹത്തിന് തെല്ലും കുറവില്ല. ഒരാവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു നോക്ക്, അവരായിരിക്കും ആദ്യം ഓടി വരിക. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചില മക്കൾ അങ്ങനെയാ. ആളുകൾ സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന പല തരത്തിലാ. കണ്ടിട്ടില്ലേ? എന്റെ ഏട്ടന്റെ കുട്ടിയുണ്ട്. അവൻ ഈ സ്നേഹം കൂടുമ്പോ അവൻ എന്താ ചെയ്യണമെന്നറിയോ? കടിക്കും. കൊച്ചുകുട്ടി മടിയിലിരുന്നിട്ട് അവൻ ചെയ്യണതാ. അവന് സ്നേഹം കൂടുകയാണെങ്കിൽ അവൻ കടിക്കുക ചെയ്യുക. ഓരോരുത്തർക്കും അതുപോലെ ഓരോ സ്നേഹത്തിന് ഓരോ രീതികളുണ്ട്, ഇല്ലേ? എന്ന് വെച്ച് വിളിച്ചില്ല എന്ന് വെച്ച് കുട്ടികൾക്ക് സ്നേഹമില്ല എന്നൊന്നും മുദ്ര കുത്തരുത്. കുട്ടികൾക്ക് സ്നേഹമുണ്ട്. കാരണം എന്താണെന്നറിയോ? അവര് കറക്റ്റ് കൃഷ്ണന്റെ വഴിയിലാ. കൃഷ്ണൻ എന്റെ അമ്മ എന്റെ അച്ഛൻ ഓർത്ത് കരഞ്ഞുകൊണ്ടിരുന്നില്ല. വാസുദേവൻ അറിയാമായിരുന്നു അവരുടെ ശരീരത്തിന് ആരോഗ്യമുണ്ട്, അവർക്ക് ജീവിക്കാനുള്ള വഴിയുണ്ട്. എല്ലാം ആരുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്? ഭഗവാൻ കൊടുത്തിട്ടുമുണ്ട്. പറയുന്നത് മനസ്സിലാവണുണ്ടോ? കൃഷ്ണൻ പ്രാക്ടിക്കലായി ജീവിച്ച് കാണിച്ചു കൊടുത്തു. തന്റെ പത്നിമാരോടൊപ്പം തന്റെ സന്തതികളോടൊപ്പവും കൃഷ്ണൻ സുന്ദരമായി ജീവിച്ച് കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ ദുഃഖിക്കാനും പോയില്ല, ഒന്നിനെ ഓർത്തിട്ട്. അതും ശ്രദ്ധിക്കുക.